ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ കേട്ടത് എങ്ങനെയാണ്, കാരിത്താസിൽ നിന്ന് ഈ പെൺകുട്ടിക്ക് നേഴ്സായിട്ട് ജോലി ചെയ്യാൻ അനുവാദമില്ല. 10 വർഷമായിട്ട് അവർക്ക് പറ്റില്ല, 1 വർഷം ഫ്രീ ആയിട്ട് സർവീസ് ഒക്കെ പറഞ്ഞു കാണണം. പക്ഷേ നേഴ്സിംഗ് അച്ഛന്റെ ലെറ്റർ മേടിച്ചിരുന്നു കുടുംബത്തിന്റെ അവസ്ഥ പറഞ്ഞോട്ട്. ഇടവക വികാരി ആ ആശുപത്രി തന്നെ സേവനം ചെയ്യുന്ന പാസ്റ്ററൽ കെയർ ജോലി ചെയ്യുന്ന ആളാണ്. അച്ഛന്റെ ലെറ്റർ കിട്ടിയതുകൊണ്ട് പാസ്റ്ററൽ കെയറിൽ നേഴ്സിംഗ് കെയർ ആയിട്ട് ജോലി കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയുടെ സ്വന്തം അപ്പനാണ് ആ ജോലി വേണ്ടെന്ന് പറഞ്ഞത്. അത് ശമ്പളത്തോടു കൂടി ജോലിയായിരുന്നു. നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ആ ബോബി പാതിരി കോട്ടയത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ SH മൗണ്ടിൽ ഒളിച്ചിരിക്കുന്നുവെന്നാണ് പുറത്തു വരുന്ന വിവരം. ഒരു കാര്യം വ്യക്തമാണ്, ബോബിയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ജ്ഞാനായ സഭയെടുക്കും. അതിൻ്റെ മുന്നോടിയായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം ഫാദർ സനീഷിൻ്റെ ഒരു ശബ്ദരേഖ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത്. കുടുംബക്കൂട്ടായ്മയിൽ താനിട്ട ശബ്ദരേഖയാണ് പിന്നീട് ലീക്കായി പുറത്തുപോയത് എന്നൊക്കെ ഫാദർ സനീഷ് വിശദീകരിക്കുന്നുണ്ട്. എങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, ഫാദർ ബോബിയെ വെളുപ്പിക്കുന്നതിൻ്റെ ആദ്യപടിയാണ് ഈ ശബ്ദരേഖ. വളരെ ആസൂത്രിതമായി പുറത്തുവിട്ട ഒരു ശബ്ദരേഖയാണ് ഇക്കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഈ ശബ്ദരേഖയിൽ ഷൈനി മരിക്കാനുള്ള സാഹചര്യം അവരുടെ കുടുംബത്തിൽ തന്നെയുള്ള നരകയാതനയുടെ ഫലമാണ് എന്നൊക്കെ ആ ഫാദർ പറഞ്ഞു വയ്ക്കുന്നു. ഷൈനിയുടെ പിതാവിനെക്കുറിച്ച് രൂക്ഷമായ ആക്ഷേപമാണ് ഈ ശബ്ദരേഖയിലുള്ളത്. കുടുംബത്തിലെ സാഹചര്യമാണ് ഷൈനിയും പെൺമക്കളും ആത്മഹത്യയിലേക്ക് തിരിയാനുള്ള സാഹചര്യമെന്ന് ഈ ഫാദർ പറഞ്ഞു വയ്ക്കുന്നു. അതിലപ്പുറം ഷൈനിയുടെ മനോനിലയെപ്പോലും പരിഹസിക്കുന്ന തരത്തിലുള്ള ശബ്ദരേഖ. ഓസ്ട്രേലിയയിലുള്ള ഫാദർ ബോബിയെ സംരക്ഷിക്കുന്ന തരത്തിൽ പല സഭായിടയന്മാരും ഇതിനകം തന്നെ പ്രതികരണങ്ങൾ നടത്തിയത് നമ്മുടെ ശ്രദ്ധയിലുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ വെളുപ്പിക്കൽ ശബ്ദരേഖ പുറത്തു വന്നത്. ഈ ശബ്ദരേഖ മാത്രമല്ല പ്രശ്നം, ഷൈനിയുടെ പിതാവിൻ്റെയും സഹോദരങ്ങളുടെയും ഒക്കെ ഇടപെടലുകളും ചില സംശയങ്ങൾക്ക് കാരണമായി. എന്തുകൊണ്ട് ഷൈനിയുടെ പിതാവ് നോബിക്കെതിരെയും നോബിയുടെ കുടുംബാംഗങ്ങൾക്കെതിരെയും ശക്തമായ നിലപാട് സ്വീകരിക്കുന്നില്ല? എന്തുകൊണ്ട് ഷൈനിയുടെ സഹോദരങ്ങൾ ശവസംസ്കാര ചടങ്ങിനെത്തി തൊട്ടടുത്ത ദിവസം വിദേശങ്ങളിലേക്ക് മടങ്ങിപ്പോയി? ഷൈനിയുടെ വീട്ടിൽ ഷൈനിക്കും പെൺകുട്ടികൾക്കുമൊക്കെ വേണ്ട സുരക്ഷയും കരുതലും ലഭിച്ചിരുന്നോ എന്ന കാര്യത്തിലും ചില സംശയങ്ങൾ ഉയരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ ഫാദർ സനീഷിൻ്റെ ഈ ശബ്ദരേഖ. ഷൈനിക്ക് അവരുടെ വീടിനടുത്ത് ഒരു പാലിയേറ്റീവ് കെയർ സെൻ്ററിലായിരുന്നു ഏറ്റവും ഒടുവിൽ ജോലി. ഈ പാലിയേറ്റീവ് കെയർ സെൻ്ററിലെ ജോലി നഷ്ടപ്പെടാനുള്ള കാരണം ഷൈനിയുടെ പിതാവ് തന്നെയാണ്. പാലിയേറ്റീവ് കെയർ സെൻ്ററിലെ വേസ്റ്റുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ. ഇതിനെ തുടർന്ന് ഷൈനിയുടെ പിതാവ് പാലിയേറ്റീവ് കെയർ സെൻ്ററിനെതിരെ ഒരു പരാതി കൊടുക്കുന്നു. തൻ്റെ പിതാവ് പരാതി നൽകിയ സാഹചര്യത്തിൽ അവിടെ ജോലിയിൽ തുടരുക അഭിമാനക്ഷതമുണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഷൈനി ജോലി രാജിവെക്കുന്നു. അങ്ങനെ നിരവധി സംശയങ്ങൾ സമൂഹത്തിൽ കത്തി നിൽക്കുമ്പോഴാണ് ഫാദർ സനീഷിൻ്റെ ശബ്ദരേഖ കൂടി പുറത്തു വരുന്നത്. ഷൈനിക്ക് സഭയുടെ സ്ഥാപനങ്ങളിൽ ജോലി കിട്ടാതിരിക്കാനുള്ള കാരണം ഓസ്ട്രേലിയയിലുള്ള ബോബി എന്ന പാതിരിയാണ് എന്ന തരത്തിൽ ധാരാളം വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇക്കാര്യം സ്ഥിരീകരിക്കുന്ന നിരവധി ശബ്ദരേഖയും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു. അതിനിടയിൽ ഷൈനിയുടെ കുടുംബത്തിന് നേർക്ക് ആരോപണങ്ങൾ തിരിച്ചുവെച്ച് ഫാദർ ബോബിയെ രക്ഷിക്കാനുള്ള ആസൂത്രിത ശ്രമങ്ങൾ പല കേന്ദ്രങ്ങളിൽ നിന്നായി ഇപ്പോൾ നടക്കുന്നു. ഇത് ജ്ഞാനായ സഭയെ വെള്ളപൂശാൻ കൂടി ഉദ്ദേശിച്ചിട്ടുള്ള നീക്കമാണ് എന്ന് ചിലർ ആക്ഷേപം ഉന്നയിക്കുന്നു. കാരിത്താസ് ആശുപത്രിയെ അനാവശ്യമായി വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കേണ്ട എന്നൊരു വാദം ഇപ്പോൾ ചിലർ സമൂഹ മാധ്യമങ്ങളിൽ ഉയർത്തിവിടുന്നു. ഇത്തരം സംശയങ്ങൾ ഉയരുമ്പോൾ സ്വാഭാവികമായി ഇവയൊക്കെ ദൂരീകരിക്കാൻ ഷൈനിയുടെ പിതാവും സഹോദരങ്ങളും ശക്തമായി രംഗത്തിറങ്ങേണ്ടതുണ്ട്. എന്നാൽ അവരുടെ നിശബ്ദതയാണ് ഒട്ടേറെ സംശയങ്ങൾക്ക് കാരണമാകുന്നതും. ഷൈനിയുടെ ഭർത്താവ് നോബി പോലീസ് കസ്റ്റഡിയിലാണ്. പോലീസ് കസ്റ്റഡിയിൽ നോബി അകപ്പെട്ടു നിൽക്കെ കൂടുതൽ തെളിവുകൾ പോലീസിന് കൈമാറി കേസ് സുദൃഢമാക്കേണ്ട ഉത്തരവാദിത്വം ഷൈനിയുടെ കുടുംബത്തിന് തന്നെയല്ലേ? വളരെ സാധാരണക്കാരനാണ് ഷൈനിയുടെ പിതാവ് എന്നൊക്കെ വിശദീകരിക്കുന്നവരോട് നമുക്ക് ചില സംശയങ്ങൾ ചോദിക്കാനുണ്ട്. അങ്ങനെയെങ്കിൽ അയർലൻഡിലും അമേരിക്കയിലും ജോലി ചെയ്യുന്ന ഷൈനിയുടെ സഹോദരങ്ങൾ എന്തുകൊണ്ട് ഇതിന് മുൻകൈ എടുക്കുന്നില്ല? നാട്ടിൽ വന്ന് ഇത്തരം പുലിവാലുകൾ കയറിപ്പിടിച്ചാൽ പിന്നീട് വിദേശത്തേക്കുള്ള യാത്രയൊക്കെ ബുദ്ധിമുട്ടാകും എന്ന പേടിയാണത്രേ അവരെ ഇത്തരം കാര്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. സ്വന്തം രക്തത്തിന് ഇത്ര വലിയ ദുരന്തം സംഭവിച്ചു നിൽക്കുമ്പോൾ ഇത്തരം തൊടുന്യായങ്ങൾ നിരത്തുന്നത് സാധാരണ ജനത്തിന് ബോധ്യമാകില്ല എന്നവർ കൂടി ഒന്ന് മനസ്സിലാക്കിയാൽ നല്ലത്. ഷൈനിയുടെ അവസാന ദിവസത്തെ അവളുടെ ചില പ്രവർത്തനങ്ങൾ നമുക്ക് ഒട്ടേറെ സംശയങ്ങൾക്കിടവരുത്തുന്നു. ഇതൊക്കെ ദൂരീകരിക്കേണ്ടത് കുടുംബം തന്നെയാണ്. ഷൈനിയുടെ ഫോണിലേക്ക് ഒടുവിൽ നോബി അയച്ചു എന്ന് പറയുന്നൊരു മെസ്സേജ്, ഒരു ശബ്ദരേഖയാണ് ഷൈനിയുടെ ഫോണിലേക്ക് നോബി അയച്ചത്. അതെന്തായിരുന്നു?
അത് കൃത്യമായി ലോകത്തിന് ബോധ്യപ്പെടണമെങ്കിൽ ഷൈനിയുടെ ഫോണ് പോലീസിൽ ലഭിക്കണം. തുടക്കം മുതൽ ഈ ഫോണിനെ ചുറ്റിപ്പറ്റി ഒട്ടനവധി കഥകൾ പ്രചരിച്ചിരുന്നു. ഷൈനിയും പെൺകുട്ടികളും മരിച്ച ആ ദിവസം ഫോൺ കട്ടിലിൽ കിടപ്പുണ്ടായിരുന്നുവെന്നാണ് ഷൈനിയുടെ പിതാവ് പറഞ്ഞത്. എന്നാൽ പിന്നീട് ഫോൺ എവിടെ പോയി എന്ന് തനിക്കറിയില്ല എന്ന നിലപാട് അദ്ദേഹം എടുത്തു. പിന്നീട് അദ്ദേഹം പറയുന്നു, അനിയത്തിയുടെ ഭർത്താവ് ജെയ്സന്റെ കയ്യിൽ ഫോണുണ്ടെന്ന്. എന്തിനാണ് ഫോൺ സ്വന്തം വീട്ടുകാർ തന്നെ ഒളിപ്പിച്ചത്? നോബിക്കെതിരെ എന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ ആ ഫോണിൽ ഉണ്ടായിരിക്കുമല്ലോ. ഷൈനി ലോകത്തോട് പറയാനുള്ള എന്തെങ്കിലുമൊക്കെ ആ ഫോണിൽ അവശേഷിപ്പിച്ചിട്ടുണ്ടാവില്ലേ? കൃപാസന മാതാവിൻ്റെ വിശ്വാസിയായിരുന്നു ഷൈനി. എല്ലാ മാസവും കൃപാസന മാതാവിൻ്റെ പള്ളിയിലെത്തും. ആത്മഹത്യയ്ക്കായി പുറപ്പെടുന്നതിന് മുൻപ് ഷൈനി തൻ്റെ 2 വളയും മാലയും മോതിരവും കൊന്തയും ഊരി കൃപാസന മാതാവിൻ്റെ പുസ്തകത്തിൽ വെച്ചു. എന്നിട്ടാണ് ആ യുവതിയും 2 പെൺകുട്ടികളും അതിരാവിലെ എഴുന്നേറ്റ് റെയിൽവേ പാളത്തിലേക്ക് നടന്നത്. ഷൈനിയുടെ പിതാവ് ഒരു കർക്കശക്കാരനായിരുന്നുവെന്നും ആ കുട്ടികൾക്ക് കടുത്ത നിയന്ത്രണം വീട്ടിൽ ഏർപ്പെടുത്തിയിരുന്നുവെന്നും ഒക്കെ ചില അയൽക്കാർ പ്രതികരിക്കുന്നുണ്ട്. അത്തരം പ്രതികരണങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപ് ഇനി കാരിത്താസ് ആശുപത്രിയെയും ജ്ഞാനായ സഭയെയും ഫാദർ ബോബിയെയും ഒക്കെ രക്ഷിക്കാനുള്ള വെള്ളപൂശലുകളും നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഷൈനിയുടെ മരണത്തിൽ 1-ാം പ്രതി നോബി തന്നെയാണ്. ആ മരണത്തിൽ 2-ാം പ്രതി ഫാദർ ബോബി എന്ന ആ പാതിരി. ഓസ്ട്രേലിയയിലുള്ള പാതിരി ബോബി ഇപ്പോൾ കോട്ടയത്തുണ്ട് എങ്കിൽ പോലീസ് ബോബിയെ കൂടി 2-ാം പ്രതിയാക്കി ചേർത്ത് കസ്റ്റഡിയിലെടുത്ത് കേസ് ശക്തമാക്കേണ്ടതുണ്ട്. നോബിയുടെ കുടുംബത്തിൽ നിന്ന് ഒട്ടനവധി പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട് എന്ന് ഷൈനി വ്യക്തമാക്കി അടുത്ത സുഹൃത്തുക്കളോടൊക്കെ. അതുകൊണ്ട് തന്നെയാണ് ആ കുടുംബത്തിൽ വെച്ച് അവൾ നേരിട്ട പീഡനങ്ങൾ എണ്ണിപ്പറഞ്ഞ് പോലീസിൽ പരാതി കൊടുത്തപ്പോൾ അതിൽ നോബിയുടെ പിതാവിനെ ഉൾപ്പെടുത്തേണ്ട എന്നവൾ പറഞ്ഞത്. നോബിയുടെ പിതാവിന് ക്യാൻസറാണ്. വയ്യാതെ രോഗാവസ്ഥയിൽ കിടക്കുന്ന പിതാവിനെ കൂടി ജയിലിൽ കയറ്റേണ്ട എന്ന നിലപാടെടുത്ത ഒരു പാവം യുവതി. ഈ കേസ് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. സഭയുടെ നിലനിൽപ്പ് തന്നെ കുടുംബ ബന്ധങ്ങളുടെ അടിത്തറയിലാണ്. ഇത് പലവട്ടം നമ്മുടെ ആർച്ച് ബിഷപ്പുമാരൊക്കെ തങ്ങളുടെ സർക്കുലറുകളിൽ ഉയർത്തിപ്പിടിക്കാറുമുണ്ട്. കേരളത്തിലെ ക്രൈസ്തവരുടെ കുടുംബജീവിതം വളരെ കെട്ടുറപ്പുള്ളതാണ് എന്ന് ഉറക്കെ പറയുന്ന സഭ എന്തുകൊണ്ട് ഷൈനിയുടെയും പെൺമക്കളുടെയും മരണത്തിൻ്റെ കാര്യത്തിൽ കൃത്യമായ നിലപാട് വ്യക്തമാക്കുന്നില്ല? സീറോ മലബാർ സഭയിലും ജ്ഞാനായ സഭയിലുമൊക്കെയുള്ള ക്രിസ്ത്യൻ കുടുംബങ്ങൾ പലവിധ സവിശേഷതകളും പാലിച്ചു പോരുന്നവയാണ് എന്നൊക്കെ സഭ തന്നെയല്ലേ വീമ്പിളക്കാറുള്ളത്? കുടുംബ പ്രാർത്ഥന, കുട്ടികളുടെ വിശ്വാസ പരിശീലനം, കൂദാശകളുടെ സ്വീകരണം, വിശുദ്ധ കുർബാനയിലെ പങ്കാളിത്തം, നോമ്പാചരണം, തിരുനാളാഘോഷങ്ങൾ, പരേതരുടെ അനുസ്മരണങ്ങൾ, ഇവയിലെല്ലാം നമ്മുടേതായ സവിശേഷതകൾ നാം പുലർത്താറുണ്ട് എന്ന് സഭ തന്നെയല്ലേ പലപ്പോഴും കൊട്ടിഘോഷിച്ചിട്ടുള്ളത്? കുടുംബം സ്നേഹത്തിൻ്റെ ഭവനവും ജീവൻ്റെ തോട്ടവുമാണ് എന്ന് പറഞ്ഞു വെച്ചത് മേജർ ആർക്കി എപ്പിസ്കോപ്പിക്കൽ അസംബ്ലി. സഭയിലെ മെത്രാന്മാരും വൈദികരുമൊക്കെ സമർപ്പിതരും കുടുംബ കേന്ദ്രീകൃതമായ അജപാലന ശൈലിക്ക് രൂപം കൊടുക്കണമെന്ന നിർദ്ദേശം ഈ സഭ തന്നെയാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. അജപാലകരുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മുന്തിയ പരിഗണന വിശ്വാസ സാക്ഷ്യമായിരിക്കണം, അതും കുടുംബ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലെന്ന് എടുത്തു പറയാറുണ്ട്. കുടുംബത്തെ മുൻനിർത്തിയുള്ള അജപാലന ശൈലിയാണ് സഭ ഇന്ന് നിർദ്ദേശിക്കുന്നത്. ഭവന സന്ദർശനം അജപാലകരുടെ പതിവ് പ്രവർത്തനമാക്കണമെന്ന് സഭ തന്നെയാണ് നിഷ്കർഷിച്ചിരിക്കുന്നത്. ചെറിയ ഇടവേളകളിൽ ഒരു വൈദികന് ഇത് നിർവഹിക്കാൻ സാധിക്കുമെന്ന് സഭ പറയുന്നു. ചുരുക്കത്തിൽ അജപാലന കാര്യത്തിൽ ഏറ്റവും മുന്തിയ പരിഗണന കൊടുക്കേണ്ടത് കുടുംബങ്ങളുടെ കാര്യത്തിലാണ് എന്ന് സഭ തന്നെ നിഷ്കർഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിശ്വാസ സമൂഹം ഷൈനിയുടെയും 2 പെൺകുട്ടികളുടെയും ആത്മഹത്യ വലിയ തലത്തിൽ ഇപ്പോൾ ചർച്ചയാക്കുന്നതും സഭയ്ക്ക് നേരെയും സഭ ഇടയന്മാർക്ക് നേരെയും ചില ചോദ്യങ്ങൾ എറിയുന്നതും. സഭയിൽ കള്ളപ്പാതിരിമാരുണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് വിശ്വാസികൾ ഉറപ്പിച്ചു പറയുന്നതിന് പിന്നിൽ ഒറ്റ കാരണം മാത്രമേയുള്ളൂ: സഭയെ കൂടുതൽ വിശുദ്ധീകരിക്കുക. ഷൈനിയുടെയും 2 പെൺമക്കളുടെയും മരണത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. പോലീസ് വളരെ ഗൗരവത്തോടെ ഈ വിഷയം എടുക്കണം. ഇത് വെറുമൊരു ആത്മഹത്യയല്ല, അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതാണ്. ആ കാപാലികരെ തിരിച്ചറിയണം. അതിനു മുൻപ് വെളുപ്പിക്കൽ സിദ്ധാന്തവുമായി ഇറങ്ങുന്നവരെ അടിച്ചോടിക്കുക തന്നെ ചെയ്യണം. ഇന്നലെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായ ഫാദർ സനീഷിന്റെ ശബ്ദരേഖ ഇങ്ങനെ: ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ കേട്ടത് എങ്ങനെയാണ്, കാരിത്താസിൽ നിന്ന് ഈ പെൺകുട്ടിക്ക് നേഴ്സായിട്ട് ജോലി ചെയ്യാൻ അനുവാദമില്ല. 10 വർഷമായിട്ട് അവർക്ക് പറ്റില്ല, 1 വർഷം ഫ്രീ ആയിട്ട് സർവീസ് കൊടുക്കാൻ പറഞ്ഞു കാണണം. പക്ഷേ നേഴ്സിംഗ് അച്ഛന്റെ ലെറ്റർ മേടിച്ചിരുന്നു കുടുംബത്തിന്റെ അവസ്ഥ പറഞ്ഞോട്ട്. ഇടവക വികാരി ആ ആശുപത്രിയിൽ തന്നെ സേവനം ചെയ്യുന്ന പാസ്റ്ററൽ കെയർ ജോലി ചെയ്യുന്ന ആളാണ്. അച്ഛന്റെ ലെറ്റർ കിട്ടിയത് കൊണ്ട് പാസ്റ്ററൽ കെയറിൽ നേഴ്സിംഗ് കെയർ ആയിട്ട് ജോലി കൊടുക്കാൻ പറഞ്ഞു.
അങ്ങനെ കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയുടെ സ്വന്തം അപ്പനാണ് ആ ജോലി വേണ്ടെന്ന് പറഞ്ഞത്. അത് ശമ്പളത്തോടു കൂടി ജോലിയായിരുന്നു. കാരണം ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാവുന്നത് കൊണ്ട് കുടുംബ പ്രശ്നം മാറി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം കൂടിയായിരുന്നു. അത് വേണ്ടാന്ന് പറഞ്ഞ പെണ്ണിന്റെ സ്വന്തം അപ്പനാണ്. അത് പെൺകുട്ടി ആലോചിച്ച് പോയിട്ട് വീട്ടിൽ പോയി ആലോചിച്ചിട്ട് മറുപടി പറയാമെന്നാണ് പറഞ്ഞത് ഈ ജോലി കിട്ടണോ വേണ്ടിയൊന്ന്. മറുപടി പറഞ്ഞത് അപ്പൻ താല്പര്യമില്ല, കാരണം BSc നേഴ്സിന് കെയറായിട്ട് ജോലി ചെയ്യാൻ വേണ്ട എന്നാണ് അപ്പൻ പറഞ്ഞത്. എന്നിട്ട് വീടിനടുത്തുള്ള റോസ മിസ്റ്റിക്ക എന്ന് പറഞ്ഞ ഒരു കെയർ ഹോമിലും ഓൾട്ടേജ് ഹോമിൽ ജോലിക്ക് കയറി. ആ ജോലിക്ക് കയറിയിട്ട് ആ ഹോസ്പിറ്റൽ കെയർ ഹോമാണ്, അതിനെതിരെ ഈ പെൺകുട്ടിയുടെ അപ്പൻ കേസ് കൊടുത്തു. അതൊരു ഡ്രെയിനേജ് പ്രശ്നമാണെന്നാണ് ഞാൻ കേട്ടത്. ആ കേസിന്റെ പേരിൽ അവിടെയുള്ള ജോലി അങ്ങനെ ബുദ്ധിമുട്ടിലായി. ആ പെൺകുട്ടിക്ക് മറ്റു കൂടുതലുള്ളവരുടെ ജോലി ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായി. അപ്പൻ ഇതിനെതിരെ കേസ് കൊടുത്തതുകൊണ്ട് അങ്ങനെ ജോലി കിട്ടാനുള്ള സാധ്യത പോലും അടച്ചു കളഞ്ഞത് അപ്പനാണെന്നാണ് ഞാൻ കേട്ടത്. ഇത് അവിടെ നിന്നുള്ള വേർഷനാണ്. ഈ ഓരോരുത്തരും ഓരോ വേർഷനാണല്ലോ പറയുന്നത്. അപ്പൊ ഞാനിപ്പോ അറിഞ്ഞിരിക്കുന്നത് എനിക്ക് വിശ്വസ്തരായവർ പറഞ്ഞതാണ് ഞാൻ പറഞ്ഞത്. ഇത് കാരിത്താസ് ആശുപത്രിയുടെ ജോലിയായിട്ടല്ല ബന്ധം. കുടുംബ പ്രശ്നം അവസാനിപ്പിച്ചത് ട്രെയിനിന്റെ അടുത്താണ്. ഇനി അതിനുള്ള മാനസികാവസ്ഥ പിടിച്ചിരിക്കാനുള്ള മാനസികാവസ്ഥ പെൺകുട്ടിക്ക് ഇല്ല എന്ന് പറയാനും പറ്റും. ഇത്രയും നാളും പിടിച്ചു തന്നു. ഇനി ഒരു പെട്ടെന്നുള്ള ബോധത്തിൽ തലേദിവസത്തെ പ്രശ്നത്തിന്റെ പേരിലാണ് അയച്ചത്. ഇത് പോലീസ് ശരിക്കും അന്വേഷിക്കുകയാണ് ചെയ്യേണ്ടത്. പോലീസ് അന്വേഷിച്ച് ഈ നാട്ടിലുള്ള കുടുംബ പ്രശ്നമുള്ള കാര്യങ്ങളൊക്കെ അച്ഛന്മാർ ഇടപെടരുതെന്നുള്ള എന്റെ പേഴ്സണൽ അഭിപ്രായം. അച്ഛന്മാരെന്തിനാ കുടുംബ പ്രശ്നം തീർക്കാനായിട്ട് പോലീസിൽ അറിയിക്കുക, അല്ലെങ്കിൽ അച്ഛന്റെ തലയിലിരിക്കും. നാളെ എന്റെ അടുത്തൊരു കുടുംബ പ്രശ്നമായിട്ട് വന്നു, ഭർത്താവ് തല്ലി എന്ന് പറഞ്ഞ് ഞാനിത് വാക്കാൽ പരിഹരിക്കാൻ നോക്കി. ഇത് മറച്ചു വെച്ചെന്നുള്ള എനിക്കെതിരെ ഇപ്പൊ പീഡനം വരും, അല്ലെങ്കിൽ കേസ് വരും. അപ്പൊ അതുകൊണ്ട് എന്റെ ഒരു ഭാവി പദ്ധതിയിൽ ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് എത്രയും പെട്ടെന്ന് പോലീസ് പറയാൻ പറയും. പെൺകുട്ടിയെ മാക്സിമം പ്രേരിപ്പിക്കും. ഭർത്താവ് അടിച്ചിട്ടുണ്ടെങ്കിൽ നേരെ പറയുക, സ്ത്രീപീഡനത്തിന് കേസെടുക്കട്ടെ. അമ്മായിമ്മ അടിച്ചിട്ടുണ്ടോ, അല്ലെ അമ്മായിമ്മ വാക്കുകൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടോ, പോലീസ് പറയുക. അപ്പൊ സാമാന്യ അച്ഛന്മാരുടെ മേത്തോട്ടുള്ള കയറ്റങ്ങ് തീരും. പോലീസ് വീട്ടിൽ വന്ന് കയറുമ്പോഴാർക്ക് മനസ്സിലാക്കിക്കോളും. പള്ളി വന്ന് പറഞ്ഞാൽ രഹസ്യം സൂക്ഷിക്കുകയും ചെയ്യണം. ഈ രഹസ്യം സൂക്ഷിച്ചതിന്റെ പേരിൽ അത് കാരിത്താസിൽ ജോലി കിട്ടാഞ്ഞിട്ടാണ് ഈ അമ്മയും 2 മക്കളും ആത്മഹത്യ ചെയ്തതെന്നുള്ള ആ വാദമാണ് ഏറ്റവും വലിയ തെറ്റ്. കാരിത്താസിൽ അവർ ജോലിക്ക് കിട്ടിയോ ഇല്ലയോ എന്നുള്ളതല്ല, അവരുടെ കുടുംബത്തിലുള്ള പ്രശ്നത്തിന്റെ പ്രഷറാണ് അവർക്ക് മരണകാരണമായിരിക്കുന്നതെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. അത് മറച്ചു വെക്കാനായിട്ടാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ പേരിൽ കുറച്ചുപേര് ന്യൂസുകൾ പടച്ചുവിടുന്നത്. ഇതില് ഈ പെണ്ണിനെ കെട്ടിച്ചിരിക്കുന്നത് ചുങ്കത്ത് ചേരിയിലാണ്. ഈ ചേരിയിലെ കുടുംബ പ്രശ്നം കാരണം സ്വന്തം വീട്ടിലേക്ക് തിരിച്ചു പോന്നു. അവിടെ അടി വരെ കെട്ടി. അപ്പോ ചുങ്ക ഇടവക്കാരും നാട്ടുകാരും അച്ഛനും ഒക്കെ എന്നെ എടുക്കുമായിരുന്നു. ആ വീട്ടിൽ പ്രശ്നമുണ്ടെന്ന് എല്ലാവർക്കും അറിയായിരുന്നു. പ്രശ്നങ്ങൾ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അമ്മായിമ്മയും മരുമോളും തമ്മിലും കെട്ടിയോളും തമ്മിലും ഒക്കെ അടി ഉൾപ്പെടെ നടന്നിട്ടുണ്ട്. വീട്ടിൽ വന്ന അതിഥികളുടെ മുമ്പിൽ വെച്ച് ആ പെൺകുട്ടിയെ അടിച്ചിട്ടുണ്ട്. അത് പാവമായതുകൊണ്ട് അടി മുഴുവൻ മേടിച്ചിട്ടോടെ നിന്നു. അവസാനം സഹി കേട്ടപ്പോൾ ആ വീട്ടുകാരെ വിളിച്ചുകൊണ്ട് വന്നു. ഇനി അടിയും ബഹളവും ഒക്കെ കഴിഞ്ഞു. അവിടുത്തെ വീട്ടിലെ ബാക്കി കാര്യങ്ങളൊക്കെ വിടുന്നു. അടി കഴിഞ്ഞവർക്ക് പെൺകുട്ടി കേസ് കൊടുത്തില്ല എന്നുള്ളത് പെൺകുട്ടിയുടെ തെറ്റ്. ഇത് തിരിച്ച് സ്വന്തം വീട്ടിൽ വന്നു. ഈ കാരിത്താസിലുള്ള സ്വന്തം വീട്ടിൽ ആ പെൺകുട്ടി പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. ആ പ്രശ്നങ്ങൾ നേരിട്ടതിന്റെ പ്രധാനപ്പെട്ട കാരണം കുറെ നാളായി വീട്ടിൽ വന്നിരുന്നു. അപ്പൊ അതിന്റേതായ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വന്നു. അപ്പനുമായിട്ട് തെറ്റി. അങ്ങനെയും പ്രശ്നങ്ങളുണ്ടായി. ആ കൊച്ചുമക്കളുടെ കാര്യത്തിൽ പോയി സ്വന്തം അപ്പൻ റെസ്ട്രിക്ഷൻ വെച്ചു. ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടിക്കുണ്ടായ സാമാന്യമായ പ്രഷറാണ്. ഈ പെൺകുട്ടി മരിക്കുന്നതിന്റെ തലേദിവസം ആ വീട്ടിൽ പ്രശ്നം ഉണ്ടായിരുന്നു. അത് അപ്പനും അമ്മയും ഈ മകളും കൊച്ചുമക്കളുമായിട്ട് ആ പ്രശ്നങ്ങൾ ഉണ്ടായതിന്റെ പേരിലാണ് അന്ന് രാത്രി പെൺകുട്ടി മരിക്കാൻ കാരണം. അത് പുറത്തു വിടാതെ, അതായത് ഇതൊരു കുടുംബ പ്രശ്നമാണ്, ഗാർഹിക പ്രശ്നമാണ്, ഇത് ക്രിമിനൽ കേസിന്റെ നടപടി എടുക്കേണ്ടതാണ്. ഇതൊക്കെ ആ പെൺകുട്ടി എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നുള്ളതിന്റെ കാരണം കുടുംബ പ്രശ്നം മാത്രമാണ്. ഇനി തലേദിവസം ഉണ്ടായ പ്രശ്നം നാട്ടുകാരെല്ലാം അറിഞ്ഞു, പള്ളിയിൽ നിന്ന് അച്ഛനും അറിഞ്ഞിരുന്നു. ഇത് പരിഹരിക്കാനുള്ള ശ്രമം നടക്കുകയായിരുന്നു. ഈ പെൺകുട്ടി നിരന്തരം ആത്മഹത്യ ഭീഷണി മുഴക്കുന്നുണ്ടായിരുന്നു. അന്നേരമൊക്കെ സിസ്റ്റർമാരിന്ന് സംസാരിച്ചിരുന്നു. പക്ഷേ ഈ സിസ്റ്റർമാരുടെ സംസാരം കൊണ്ടൊന്നും ഒരാളുടെ നിരന്തരം ആത്മഹത്യാ ഭീഷണിയൊന്നും മാറാൻ പോകുന്നില്ല. അത് പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രെയിനിങ് ഉള്ളവർ ചെന്ന് വേണം കൊടുക്കാൻ. അതിനുള്ള ചികിത്സ ഈ പെൺകുട്ടി പോയില്ല. ആരും ഉപദേശിച്ചൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്യാനുള്ള കാരണം സ്വന്തം വീട്ടിലെ പ്രശ്നവും ഭർത്തൃ വീട്ടിലെ പ്രശ്നവുമാണ്. ഈ 2 പ്രശ്നം ഇവിടെ മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ട് കാരിത്താസ് എന്നുള്ള ഒറ്റ കാരണം, അവിടെ ജോലി കിട്ടിയോ ഇല്ലയോ എന്നുള്ളതൊന്നും എന്റെ വിഷയങ്ങളല്ല. മറിച്ച് ഇത് ചെയ്യേണ്ടത് ക്രിമിനൽ കേസാണ്. ഈ പെൺകുട്ടി മരിക്കാനുള്ള കാരണം തലേ ദിവസം വീട്ടിലുണ്ടായ പ്രശ്നം. അപ്പം കുടുങ്ങുവാണെങ്കിൽ അപ്പം കുടുങ്ങട്ടെ, അമ്മ കുടുങ്ങുവാണെങ്കിൽ അമ്മ കുടുങ്ങട്ടെ. ആ വീട്ടിലെ പ്രശ്നം പുറത്തുവിടാൻ തയ്യാറാകണം. ഇത് പുറത്തു വിടുകയല്ല, അച്ഛനും പറയുകയല്ല. ഇത് പ്രശ്നം ഉണ്ടായെന്ന് സമ്മതിക്കുന്നുണ്ട്, പക്ഷെ ആരും പുറത്ത് പറയുന്നില്ല. ഇനി ഈ കെട്ടിയോളെ തല്ലിയിട്ടുണ്ടോ, കേസ് കൊടുക്കണം. ചുങ്കങ്കാര് പറയട്ടെ തല്ലിയിട്ടില്ല. ഈ പെൺകുട്ടി ചുങ്കത്ത് പരമാർത്ഥത്തോടെ ജീവിക്കുകയാണെങ്കിൽ അവിടെയുള്ള ആൾക്കാർക്ക് അറിയാമല്ലോ. എനിക്ക് പരിചയമുള്ള ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞത് ആ പെൺകുട്ടി നിരന്തരം പ്രശ്നത്തിലായിരുന്നു. ഈ തല്ലിയതിന്റെ പേരിലും കുത്തുവാക്കുകളുടെ പേരിലും അമ്മായിമ്മ പോയതിന്റെ പേരിലും നിരന്തരം കരച്ചില്ലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ അറിയുന്നത്. എനിക്ക് മുതലും ചെയ്യാൻ പറ്റും. എനിക്ക് യാതൊരു മുൻപരിചയമുള്ള കുടുംബമല്ല. പക്ഷേ ഈ കാരിത്താസിനെ വിമർശിച്ച് ഈ വിഷയം മാറ്റിവിടുകയാണ് ചെയ്യുന്നത്. സത്യത്തിൽ എനിക്ക് ഇത് ഓർക്കുമ്പം ഈ കോടതി നിയമമൊക്കെ ഈ പെൺകുട്ടിക്ക് വേണ്ടി നീക്കുകയാണ് ചെയ്യേണ്ടത്.
ആ പെൺകുട്ടി എന്തുകൊണ്ട് മരിച്ചു? ജോലി കിട്ടാഞ്ഞിട്ടല്ല, കുടുംബ പ്രശ്നമാണ്. തലേദിവസം ഉണ്ടായ കുടുംബ പ്രശ്നത്തിന്റെ പേരിലാണ് രാത്രി മക്കളെയായിട്ട് പോയത്. ഇനി ആ മക്കളെ പോലും സ്വന്തം വീട്ടിൽ നിർത്താൻ ആ പെൺകുട്ടി ആഗ്രഹിച്ചില്ല. എന്തുകൊണ്ടാണ്? മരിക്കുകയാണെങ്കിൽ ഒറ്റയ്ക്ക് പോയി മരിക്കാറുണ്ടല്ലോ. പക്ഷെ 2 പെൺകുട്ടികളെയും കൂട്ടിച്ചേർത്തുകൊണ്ട് പോയി. അതായത് ആ വീട്ടിൽ അത്രയ്ക്ക് അന്യതാബോധം ഉള്ളത് കൊണ്ടല്ലേ. സ്വന്തം വീട്ടിൽ പോലും ഞാൻ മരിച്ചാൽ എന്റെ മക്കൾക്ക് പോലും സ്വന്തം വീട്ടിൽ ഭാവിയില്ല. മക്കൾക്ക് കാര്യത്താത്ത ജോലി കിട്ടാൻ കാര്യമായില്ലല്ലോ, അവരെങ്ങനെയെങ്കിലും ആരെങ്കിലും പഠിപ്പിച്ചോളൂല്ലോ. പക്ഷെ ആ വീട്ടിൽ അത്രയും സുരക്ഷിതത്വം ഇല്ലായിരുന്നു. എന്നിട്ട് ഇതൊക്കെ മറച്ചു പിടിച്ച് ഒരു ജോലിയുടെ പ്രശ്നം. ഈ കുടുംബത്തിന്റെ പല പ്രശ്നങ്ങളും ഈ കാരിത്താസ് അധികാരിക്ക് അറിയാമായിരുന്നു. അത് വീട്ടിലെ സിസ്റ്റർമാരെ വിടുകയും അദ്ദേഹം പോവുകയും ചെയ്യും, ചർച്ച ചെയ്യുകയും ചെയ്തതാണ്. പക്ഷെ ജീവൻ പോയി അദ്ദേഹം പറയുകയല്ല ഉള്ളിലെ കാര്യം, ഈ പ്രശ്നം എന്താണ്, തലേദിവസം അവിടെ എന്താ സംഭവിച്ചെന്നും പറയാം. ഇത് പുറത്തു വിടാൻ ഈ സഭയ്ക്ക് പരിമിതികളുണ്ട്, ചില രഹസ്യങ്ങൾ സൂക്ഷിക്കേണ്ടത്. പക്ഷെ ഇങ്ങനെ ഒരു സമൂഹത്തിൽ നമ്മുടെ സഭ നാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് പ്രൊട്ടക്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. എന്താണ് സത്യം? പോലീസിൽ പറയുക, യഥാർത്ഥ കുറ്റവാളിയെ ശിക്ഷിക്കുക. അത് അപ്പനാണെങ്കിലും ശരി, അമ്മായിപ്പനാണെങ്കിലും ശരി, ആ അമ്മായിമ്മയാണെങ്കിലും ശരി, എല്ലാവരും അറസ്റ്റ് ചെയ്യണം. നീ കെട്ടിയോൻ ഇപ്പൊ ലാൻഡ് ചെയ്തിട്ടുണ്ട്, അവനെ അറസ്റ്റ് ചെയ്യട്ടെ. അവനെ പെണ്ണുകൾക്ക് കൈവച്ചവനല്ലേ. അടിച്ചവന്മാരെ, പെണ്ണുങ്ങളെ അടിക്കുന്ന ഒത്തനും വിടരുത്, റിപ്പോർട്ട് ചെയ്യണം, പോലീസ് കൊണ്ട് അറസ്റ്റ് ചെയ്യണം. പള്ളിയിലെ അച്ഛന്മാർ നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടരുത്. അച്ഛന്റെ പണിയല്ല കുടുംബ പ്രശ്നം തീർക്കില്ല. അച്ഛന്റെ പണി പള്ളിയും കുർബാനയും കാര്യങ്ങളും മതി. ബാക്കി അടിയും പ്രശ്നമൊക്കെ നേരെ പോലീസിൽ അറിഞ്ഞ് റിപ്പോർട്ട് ചെയ്യുക. ഏറ്റവും സന്തോഷം അതാണ്. ആൾക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് മര്യാദയ്ക്ക് ഇരുന്നു.